ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹിക്കുകയും അവരെ സേവിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്ത അനേക സമർപ്പിത ജീവിതങ്ങളെയാണ് നാം മർത്ത ആൻഡ് മേരിയിലൂടെ പരിചയപ്പെട്ടത്. അതുപോലെ തന്നെ ഇന്ന് ഈ എപ്പിസോഡിലും നമുക്ക് പുതിയൊരു വിശിഷ്ട അതിഥിയുണ്ട്. ആദ്യമായി തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഈ മർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്ത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ കരുണാർദ്ര സ്നേഹത്തിൻ്റെ പ്രകടനമായി നിലകൊള്ളുന്ന ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെന്റർ. ഇവിടെ മാനസികാരോഗ്യ വിഭാഗത്തിൻ്റെ മേധാവിയായി സേവനം ചെയ്യുന്ന തിരുഹൃദയ സന്യാസിനി ഡോക്ടർ സിസ്റ്റർ ആനി സിറിയക്കിൻ്റെ ദൈവവിളിയെക്കുറിച്ചും ദൈവവിളിയിലേക്കു നയിച്ച കുടുംബ സാഹചര്യങ്ങളെക്കുറിച്ചുമാണ് നാം കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കിയത്. ഇന്ന് ഡോക്ടർ സിസ്റ്റർ ആനി സിറിയക്കിൻ്റെ ചികിത്സാ മേഖലയെക്കുറിച്ച് കൂടുതലായി നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് കുട്ടികളെ ഒന്ന് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള അറിവോ അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. പണ്ടത്തെ കാലത്തായിരുന്നപ്പോൾ കാർന്നോന്മാരുണ്ടായിരുന്നു, കുരിശ് വരയ്ക്കണം, ഈ കറക്റ്റ് സമയത്ത് 7 മണി എന്നുള്ള സമയം ഉണ്ടെങ്കിൽ കുരിശ് വരയ്ക്കണം, അല്ലെങ്കിൽ ആ സീരിയൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ സീരിയലിനുള്ള സമയം എല്ലാം അതിനുശേഷം എല്ലാമാണ് ഓരോ കുരിശ് വരയ്ക്കും അതിനുള്ള പ്രാധാന്യം കൊടുക്കുന്നത്. വിവാഹം കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളൊരു ചിന്താഗതിയിലോട്ട് മാറുകയാണ്. അതിനോട് സിസ്റ്ററിനുള്ള യോജിപ്പ് എന്താണ്? ന്യൂക്ലിയർ ഫാമിലിയോടുള്ള യോജിപ്പ് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം എൻ്റേത് തന്നെ ഞങ്ങളുടെ വീടിൽ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാവരും 9 സഹോദരങ്ങളുള്ള ഒരു കുടുംബമാണ്. പരസ്പരം കളിച്ചും ചിരിച്ചും മേളിച്ചും അനുഭവങ്ങൾ പങ്കുവെച്ചും നല്ലൊരു അന്തരീക്ഷത്തിൽ വളർന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിൽ മാനസികമായ ആരോഗ്യം വളരുകയാണ് ചെയ്യുന്നത്. ഇപ്പം ന്യൂക്ലിയർ ഫാമിലിയിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചെന്നാൽ, മാതാപിതാക്കൾ ജോലിക്ക് പോകുന്നു, കുട്ടികൾ സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുമ്പോൾ കൂടുതൽ സമയവും മൊബൈൽ കൊണ്ടും ഇൻ്റർനെറ്റിൻ്റെയും അല്ലെ ടി വിയുടെയും മുമ്പിലിരുന്ന് കുട്ടികൾക്ക് ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം, ഒത്തിരി കുട്ടികളെ പലപ്പോഴും പല സ്ഥലങ്ങളിലും പഠിക്കാനൊക്കെ പോയി വന്ന് അവർ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി സാത്താൻ സേവയുടെയും ബ്ലാക്ക് മാസിൻ്റെ ഒക്കെ അടിമപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് അവസാനം അവർ മാനസിക രോഗികളായി പോകുന്ന പല കുട്ടികളെയും എൻ്റെ മനസ്സിലേക്ക് ഇപ്പം കടന്നു വരുന്നുണ്ട്. ഓജോ ബോളിൻ്റെ പുറകെ പോകുന്നു. അങ്ങനെ വിശ്വാസമില്ലാതെ ഓരോ തിന്മ പ്രവർത്തികൾക്കും അടിപ്പെട്ട കുട്ടികൾ ഇപ്പോൾ പലപ്പോഴും മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട് സമനില തെറ്റിക്കൊണ്ട് രോഗികളായിത്തീരുന്ന ചരിത്രവും അനുഭവങ്ങളും ഏറെ ഉണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിന് ഏറെ പങ്കുണ്ട്. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾക്കും മാനസിക ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഏറെ പങ്കുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. സിസ്റ്റർ ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെൻ്ററിലാണല്ലോ ജോലി ചെയ്യുന്നത്. അവിടെ വേറെ ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്? ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെൻ്ററിൽ മെഡിസിൻ, സർജറി, ഗൈനി, പീഡിയാട്രിക്സ്, അനസ്തസിയ, ഡെന്റിസ്ട്രി, ഓർത്തോപീഡിക്സ്, അതുപോലെ തന്നെ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റ്, പീഡിയാട്രിക്സ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. 93 മുതൽ സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ജോലി ചെയ്യുകയാണ്. 2000 മുതൽ ചീഫ് സൈക്കാട്രിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ആ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കുള്ള ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ, അവിടെ OP ലെവലിൽ ഔട്ട് പേഷ്യൻറ്റിന് വന്ന് കൺസൾട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ 150-ൽ കൂടുതൽ ഇൻപേഷ്യൻസിന് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇൻപേഷ്യൻസ് വരുമ്പോൾ ചില വ്യക്തികൾക്ക് രോഗികളുടെ കൂടെ നിൽക്കുവാൻ ആരും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള രോഗികൾക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലാതെ തന്നെ നമ്മൾ ആ ആതുരാലയത്തിൽ നമ്മൾ തന്നെ പൂർണ്ണ ഉത്തരവാദിത്വം എടുത്ത്, നമ്മൾ തന്നെ പറയും, നമ്മളും സ്റ്റാഫ് അംഗങ്ങളും എല്ലാവരും സഹകരിച്ച് ആ രോഗികളെ പൂർണ്ണ ഉത്തരവാദിത്വം, അവരുടെ ഭക്ഷണവും വസ്ത്രവും അവരുടെ മെഡിസിനും അവരുടെ മറ്റെല്ലാ ചികിത്സകളും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒരു വീട്ടിൽ എന്തുമാത്രം ഒരാൾക്ക് ശ്രദ്ധ കിട്ടും അതിൽ കൂടുതൽ ശ്രദ്ധയോടെ കരുതലോടെ ചെയ്യാനുള്ള സാധ്യത അവിടെയുണ്ട്. വീട്ടുകാർ കൂടെ വന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ, സാധ്യതയുള്ളവർ, അവർക്ക് ഫാമിലി റൂംസ് ഉണ്ട്. ഇഷ്ടമുള്ള റൂമിൽ മാതാപിതാക്കളോടൊത്ത് കുട്ടികൾക്കോ അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ വീട്ടിലെ അപ്പനാണ് അസുഖങ്ങൾ മക്കൾക്കോ ആർക്ക് വേണേലും രോഗിയുടെ കൂടെ നിന്ന് അവരെ ശുശ്രൂഷിക്കുവാനും കൂടെ നിൽക്കുവാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഡി അഡിക്ഷൻ സെൻ്ററുണ്ട്. അതുപോലെ തന്നെ അവിടെ പലതരത്തിലുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കൂടി ഫാദർ ലജു
വർക്ക് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ പഠനത്തിൽ വൈകല്യമുള്ള കുട്ടികളുടെ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നതിന്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നതിന്, അവരുടെ IQ ടെസ്റ്റ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ ചെയ്യുന്നതിനും, രോഗം കണ്ടുപിടിക്കുവാനുള്ള മറ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ചെയ്യുന്നതിനും അവിടെ സൗകര്യമുണ്ട്. അതുപോലെ ആങ്സൈറ്റി ഒക്കെ എന്ന് പറയുന്ന രോഗം മൂലം കഷ്ടപ്പെടുന്നവർക്ക് റിലാക്സേഷൻ തെറാപ്പി അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഉള്ള പേഷ്യൻസിന് വേണ്ടതായ സൈക്കോളജിക്കൽ ട്രെയിനിങ്ങുകൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നടക്കുന്ന മറ്റ് പരിപാടികൾ അവിടെ സ്പിരിച്വലായിട്ടുള്ള വളരെയേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് രോഗികൾക്ക് വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അവർക്ക് ധ്യാനം, കുമ്പസാരം, കുർബാന സ്വീകരണം, അവർക്ക് അനുദിനമുള്ള അവർക്ക് പ്രാർത്ഥന, എല്ലാ ദിവസവും 2-3 മണിക്കൂറുകൾ ഈ രോഗികളെ ഒരുമിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുന്ന ശീലമുണ്ട്. അതുപോലെ രോഗികളെ വചനം പഠിപ്പിക്കുന്ന രീതികളുണ്ട്. അതുപോലെ തന്നെ മദ്യപാനികൾ മദ്യത്തിൻ്റെ ആ ചികിത്സയെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിൽ പോയാലും അവരെ വീണ്ടും ഓരോ മാസവും 2ാമത്തെ ശനിയാഴ്ചകളിൽ വീണ്ടും അവരെ വിളിച്ചു കൂട്ടി അവരുടെ അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ AA മീറ്റിംഗ് എന്ന് പറയും, ആൽക്കഹോളിക് അനോണിമസ് പ്രോഗ്രാമും അവിടെ നടക്കുന്നുണ്ട്. ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെൻറ്റർ മൂലമറ്റം 1993 ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. ഡോക്ടർ ആനി സിറിയക് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റായിട്ടുള്ള ഈ ഹോസ്പിറ്റലിൽ മനഃശാസ്ത്ര വിഭാഗം പുതിയതായി തുടങ്ങുകയും ധാരാളം പേഷ്യൻസ്, മാനസിക രോഗികളും മനസ്സിനോ ശരീരത്തിനും അസ്വസ്ഥമായി ഈ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരികയും അവർക്ക് ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായിട്ടുള്ള പരിരക്ഷ ഡോക്ടർ ആനിയുടെ നേതൃത്വത്തിൽ ഒരു ടീം ഇവിടെ ഭംഗിയായി വർക്ക് ചെയ്യുന്നു. ആ ടീമിൽ ഡോക്ടർ ആനി, അതിൻ്റെ കൂടെ മറ്റൊരു സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഗിരീഷ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫാദർ ലജു, പിന്നെ തുടർന്ന് 2-3 സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, സൈക്കാട്രിക് നേഴ്സസ്, സ്റ്റാഫ്, ഇത്രയും ആളുകൾ അടങ്ങിയ വലിയൊരു ടീമാണ് ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആനിയുടെ നേതൃത്വത്തിൽ വർക്ക് ചെയ്യുക. ഈ ഹോസ്പിറ്റലിൽ ഇതൊരു ടീം വർക്കാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിജയപ്രദമായ കാര്യം. ഡോക്ടർ ആനി എപ്പോഴും എല്ലാവരെയും ഒന്നിച്ച് വിളിച്ചു കൂട്ടുകയും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പേഷ്യൻസിനെ കണ്ടുകൊണ്ട് അവരുടെ കേസ് ഹിസ്റ്ററി എടുത്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് റെഫർ ചെയ്ത് ടെസ്റ്റുകൾ ചെയ്യേണ്ടത് ചെയ്ത് ഡയഗ്നോസിസ് കൃത്യമാക്കുകയും തുടർന്ന് തെറപ്പി ആവശ്യമുള്ളവർക്ക് തെറപ്പി കൊടുക്കുകയും ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് മരുന്ന് ആവശ്യമുള്ളവർക്ക് മരുന്ന് കൊടുക്കുകയും അഡ്മിറ്റ് ചെയ്യേണ്ടവരെ അഡ്മിറ്റ് ചെയ്യുകയും അതുപോലൊപ്പം ഈ പേഷ്യൻസിൻ്റെ കുടുംബത്തിലുള്ളവരെ കണ്ട് ഈ മാനസികമായ രോഗം എന്താണെന്നും അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ശാന്തരാക്കി പേഷ്യനെ സഹായിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ ഒരുക്കുകയും ചെയ്യുന്നു. അനുദിന പ്രാർത്ഥനയിലൂടെ ദിവസവും ഒന്നിച്ചുള്ള ചെറിയ ഗ്രൂപ്പ് കൂട്ടായ്മകളിലൂടെ സമൂഹത്തിലെ കുറേ പ്രശ്നങ്ങൾക്കെങ്കിലും ഈ ഹോസ്പിറ്റലിന് ഡോക്ടർ ആനിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ മനഃശാസ്ത്ര വിഭാഗത്തിന് വലിയ നന്മ ചെയ്യുവാൻ കഴിയുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവം ഡോക്ടർ ആനിക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രത്യേക സിദ്ധിയാണ് മാനസിക രോഗികളെ പരിചരിക്കുവാൻ ഡോക്ടർ ആനിക്കുള്ള പ്രത്യേക കഴിവ്. സിസ്റ്റർ ഡോക്ടർ ആനിയുടെ പൂർണ്ണ സമർപ്പണം, പ്രത്യേകിച്ച് മാനസിക രോഗികൾക്ക് വേണ്ടിയുള്ള പൂർണ്ണ സമർപ്പണം എടുത്തു പറയേണ്ടതാണ്.
1911 ജനുവരി 1-ാം തീയതി ഈശോയുടെ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. കദളിക്കാട്ടിൽ മത്തായി അച്ഛൻ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരം എന്ന പോലെ ഈശോയുടെ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി. ആകുലരും അനാഥരും ആലംബഹീനരുമായവർക്ക് ആശ്വാസമായി, കാരുണ്യമായി അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ആഗ്രഹിച്ച അച്ഛൻ്റെ ആ ഹൃദയാഭിലാഷം അതിൻ്റെ പൂർത്തീകരണം എന്നോണം 1978 ഒക്ടോബർ 21-ാം തീയതി മൂലമറ്റത്ത് ബിഷപ്പ് വയലിൻ മെഡിക്കൽ സെൻറ്റർ എന്ന ആതുരാലയത്തിന് രൂപം കൊടുത്തു. 1996 ബഹുമാനപ്പെട്ട ഡോക്ടർ സിസ്റ്റർ ആനി സിറിയക് ഈ സൈക്യാട്രിക് വിഭാഗത്തിൻ്റെ ഇൻചാർജായി ഇവിടെ സ്ഥാനമേറ്റു. തുടർന്ന് ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിന് പരിഗണിച്ച് രോഗികൾക്ക് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും അർപ്പിച്ച്, അതായത് രായും പകലും ഈ മാനസിക രോഗികൾക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന സിസ്റ്ററിൻ്റെ കഠിനാധ്വാനവും അക്ഷീണ യത്നവും ഞങ്ങളേറെ ആദരവോടെ, സ്നേഹത്തോടെ, നന്ദിയോടെ ഓർക്കുന്നു. വളരെ പ്രത്യേകമായി മാനസിക രോഗികൾക്ക് ഇടുക്കി ജില്ലയിൽ യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ബിഷപ്പ് വയലിൻ മെഡിക്കൽ സെൻറ്ററിൽ ഇങ്ങനെയൊരു വിഭാഗം ഈ ആതുരാലയത്തിൻ്റെ ഭാഗമായി രൂപം കൊള്ളുന്നത്. അനേകായിരം രോഗികൾ ഈ നാട്ടിൽ നിന്നും മറുനാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഇവിടെ വന്ന് ആശ്വാസം പ്രാപിക്കുന്ന കാഴ്ച വളരെ ഹൃദയസ്പർശിയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു മാനസിക രോഗി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ രോഗിയെ പരിചരിക്കുവാനായിട്ട് എത്രയേറെ വിഷമിക്കുന്നു. ആ രോഗിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകുവാനായിട്ട് സാധിക്കാതെ മാതാപിതാക്കളും മക്കളും എല്ലാം ഏറെ വേദന അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ 100-150ഓളം വരുന്ന രോഗികൾ സ്ഥിരമായി ഈ സ്ഥാപനത്തിൽ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുന്ന, എല്ലാ ദിവസവും ഇവിടെ നിന്ന് സുഖം പ്രാപിച്ച് തങ്ങളുടെ മാനസിക നില സാധാരണ നിലയിലേക്ക് വന്നതിൻ്റെ സന്തോഷത്തിൽ ഇവിടെ നിന്നും ഏറെ സന്തോഷത്തോടുകൂടി രോഗികളും കുടുംബാംഗങ്ങളും അവരുടെ കൈപിടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണുന്നത് നമുക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള അവരുടെ ആ അഡ്മിഷൻ ടൈമിലെ അവസ്ഥയും തിരിച്ചു പോകുന്ന ആ സമയത്തെ കുടുംബാംഗങ്ങളുടെയും രോഗിയുടെയും അവസ്ഥ വളരെ പ്രശംസനീയമായ മാറ്റത്തോടു കൂടിയാണ് അവർ കടന്നു പോകുന്നത്. ഒത്തിരിയേറെ പേര് ഈ സ്ഥാപനത്തിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് സ്വീകരിച്ച് തങ്ങളുടെ ജീവിതാവസ്ഥയിലേക്ക്, അതായത് തകർന്നു പോയ കുടുംബങ്ങളും മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി കുടുംബവും തകർന്ന് ജീവിതവും തകർന്ന് അനേക വ്യക്തികൾ ഈ സ്ഥാപനത്തിൽ കടന്നു വന്നിട്ട് അവരുടെ വ്യക്തിപരമായ ജീവിതവും അവരുടെ എല്ലാ ജീവിത രീതികളും മാറ്റി വളരെ പ്രകടമായ മാറ്റം അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബ ജീവിതത്തിലുമെല്ലാം വന്ന് ഇവിടെ തിരിച്ചു വന്ന് ഏറെ നന്ദിയോടെ നന്ദി പറഞ്ഞു പോകുന്ന പല സാഹചര്യങ്ങളും എനിക്ക് വ്യക്തിപരമായി കാണാനും കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. എവിടെ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലായിട്ട് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്നത്? കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും രോഗികൾ വരുന്നുണ്ട്.
കൂടാതെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും, കൂടുതൽ തമിഴ്നാട്ടിൽ നിന്നും, കർണാടക, ഛത്തീസ്ഗഡ്, ഡൽഹി, ബോംബെ എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള പേഷ്യൻസ് വരാറുണ്ട്. പിന്നെ അന്യദേശങ്ങളിൽ നിന്നും പലപ്പോഴും രോഗികൾ വരാറുണ്ട്. അവർ രോഗികളായിരിക്കുന്ന സ്ഥലത്ത്, അത് മലയാളികൾ അന്യ നാടുകളിൽ, ഓസ്ട്രേലിയയിലും UK-യിലും അമേരിക്കയിലും ഒക്കെ സെറ്റിലായിട്ടുള്ള ഫാമിലീസ്, അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ജീവിതം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ വേറെ ബന്ധുക്കളോടോ ആരോടും പറയാതെ അവിടെ നിന്ന് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി നെടുമ്പാശ്ശേരിയിൽ നേരെ ഹോസ്പിറ്റലിൽ വന്ന് ചികിത്സ സ്വീകരിച്ച് ആരും അറിയാതെ മിടുക്കരായിട്ട് പോയിട്ടുണ്ട്. പല പേഷ്യൻസും വരുമ്പോൾ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഏത് ലെവലിൽ എത്തിക്കഴിയുമ്പോഴാണ് അവർ അഡ്മിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്? ഒരു രോഗിയെ കൊണ്ടുവരുമ്പോൾ അഡ്മിറ്റ് ആകണമോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പല കാരണങ്ങളാൽ. ഒന്ന്, ആ രോഗിക്ക് തന്നെ പ്രശ്നമുണ്ടാകും. അതായത് ആത്മഹത്യാ പ്രവണതയുള്ള ഒരാളെ അഡ്മിറ്റ് ആക്കേണ്ടി വരും. അല്ലെങ്കിൽ ആ വ്യക്തി സെൽഫ് ഇഞ്ചുറീസ് ബിഹേവിയർ, തന്നെത്താൻ ആക്രമിക്കുന്നു, സ്വയം നെറ്റി കൊണ്ട് ഇടിക്കുന്നു, അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ട് കൈ ഞരമ്പ് വരയുന്നു, അല്ലെങ്കിൽ അത് വിവിധ തരത്തിലുള്ള കാരണം എന്താണെങ്കിലും ആത്മഹത്യാ പ്രവണതയുള്ളവരെ, ടെൻഡൻസി ഉള്ളവരെ കിടത്താറുണ്ട്. പിന്നെ ആ രോഗി മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തുന്നു, ഹോമിസൈഡൽ ഐഡിയ, മറ്റുള്ളവരെ കൊല്ലാൻ പോകുന്നു. ഇപ്പോൾ ചില രോഗികളെ കൊണ്ടുവരും പറയും അപ്പനെ കൊല്ലാൻ തുടങ്ങി, അമ്മയെ കൊല്ലാൻ തുടങ്ങി, ഭാര്യയെ കൊല്ലാൻ തുടങ്ങി, മക്കളെ. അങ്ങനെ ഓരോ അപകടം ആ വ്യക്തി, ആ രോഗി, കുടുംബാംഗങ്ങൾക്കോ സമൂഹത്തിൽ ആർക്കെങ്കിലുമോ, ചിലർ വീട്ടിൽ തന്നെ ആയിരിക്കുകയില്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, അവർ കൂട്ടത്തോടെ പോയി വെട്ടിക്കൊല ചെയ്യാനൊക്കെയുള്ള പ്രവണതയുള്ള രോഗികളുണ്ട്. അവരെ അഡ്മിറ്റ് ആക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കൂടുതലായിട്ട്. പിന്നെ മരുന്ന് കഴിക്കുകയില്ലാത്ത വേറൊരു കൂട്ടരുണ്ട്. അതായത് അവർക്ക് പ്രത്യേകിച്ച് മാനസിക രോഗത്തിൻ്റെ ചികിത്സയിൽ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചെന്നാൽ രോഗമാണെന്നുള്ള ബോധ്യം ഒരൊറ്റ കുട്ടികൾക്കും ഉണ്ടാവില്ല, ഒരു രോഗികൾക്കും. അപ്പോൾ അവർ വീട്ടിൽ മരുന്ന് കൊണ്ടുപോയാൽ കഴിക്കുകയില്ലാത്തത് കൊണ്ട് മിക്കവാറും അങ്ങനെയുള്ള രോഗികളെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അപ്പം സ്വയമായ രോഗിക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആത്മഹത്യ, അങ്ങനെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവഹാനിക്ക് പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ, ഇങ്ങനെയുള്ള കാരണങ്ങളിലൊക്കെയാണ് മിക്കവാറും മരുന്ന് കഴിക്കാത്ത രോഗികൾ 4 കൂട്ടർ. ഡോക്ടർ എന്നുള്ള പേരിൽ തന്നെ അതോടൊപ്പം തന്നെ സന്യാസിനി കൂടിയാലോ? അപ്പോൾ വേറെ എവിടെയെങ്കിലും സേവനം ചെയ്യാൻ വേണ്ടി പോകാറുണ്ടോ? മൂലമറ്റം ബിഷപ്പ് മെഡിക്കൽ സെൻ്ററിലെ ശുശ്രൂഷ സേവനം കൂടാതെ പാലായിൽ അഡാട്ട് ഡി-അഡിക്ഷൻ സെൻ്ററാണത്. അത് വളരെ രൂപതയുടെ ഒരു ഡി-അഡിക്ഷൻ സെൻ്ററാണ്. അവിടെ ഞാനൊരു 6 വർഷം പോയി ശുശ്രൂഷ ചെയ്തിരുന്നു. അത് ആഴ്ചയിൽ 1 വെച്ച്. കൂടാതെ ഞാൻ പോകുന്ന സെൻറ്റർ ഞങ്ങളുടെ തന്നെ ഒരു റീഹാബിലിറ്റേഷൻ സെൻറ്റർ മുട്ടത്തുണ്ട്. അവിടെ ഒരു 60 ഇൻപേഷ്യൻസ് ഉണ്ട്, അവിടെ പോകാറുണ്ട്. കൂടാതെ ഈ അസീസി, സ്നേഹഭവൻ എന്നൊക്കെ പറഞ്ഞ ആകാശപ്പറവുകളുടെ കൂട്ടായ്മ, അങ്ങനെയുള്ള ഒരു 3-4 സെൻറ്റർ ഇവിടെ ഈ വാഗമണ്ണിലെ സെൻറ്ററിൽ ഞാൻ ആഴ്ചയിൽ 1 വരുന്നതാണ്. അതുപോലെ അസീസി സ്നേഹഭവൻ മൂലമറ്റം ബിഷപ്പ് മെഡിക്കൽ സെൻ്ററിൻ്റെ അടുത്തുള്ളതാണ്. മുട്ടത്ത് വേറൊരു സ്നേഹസദൻ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ വിവിധ സ്നേഹഭവനുകൾ അല്ലെങ്കിൽ ആകാശപ്പറവുകളുടെ കൂട്ടായ്മയിലെ രോഗികൾക്ക് അവർക്ക് ആവശ്യമായ സഹായവും മെഡിക്കേഷനൊക്കെ കൊടുക്കാനും അവരെ സന്ദർശിക്കുവാനും ഒക്കെ പോകാറുണ്ട്. പിന്നെ മറ്റ് ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകാറുണ്ട്. ഇടവകകളിൽ മാതൃജ്യോതി, പിതൃജ്യോതി, അല്ലെങ്കിൽ ധ്യാനങ്ങളുള്ള ചിലപ്പോൾ ഇടവകകളിലെ ചില ധ്യാനങ്ങളിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബ കൂട്ടായ്മകളിൽ പോകാറുണ്ട്. പിന്നെ സ്കൂളുകളിലൊക്കെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് കുട്ടികളെ ബോധവൽക്കരിച്ചുകൊണ്ട് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്.